ഒരു രീതിയിൽ നിങ്ങൾ പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ളൊരു പുട്ടാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തനിച്ച് കഴിക്കാൻ പറ്റുന്നൊരു പുട്ടാണേ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പം അതിന് വേണ്ടി ഞാനിതാ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കില്ലേ, ആ പാത്രമാട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മളിതാ ചില്ലൊക്കെ വെച്ചിട്ട് നമ്മുടെ പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പുട്ടുപൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ 2 ആഴ്ച വരെ കേടാകാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ല, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതാ അതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ചിരണ്ടി മിക്സ് ആക്കി വെച്ചതിൽ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ കുറച്ച് പൊടി മുകളിൽ അങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ലെയർ ലെയറാക്കി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി ഇതാ കുക്കറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. 1 മിനിറ്റ് പോലും തികച്ച് വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നൊരു പുട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. വലിയവരേക്കാൾ കുട്ടികൾക്കായിരിക്കും കേട്ടോ ഇത് കൂടുതൽ ഇഷ്ടമാവുക. അപ്പോൾ അത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല. നല്ലപോലെ ആവി വന്നാൽ നമുക്കൊന്ന് കുക്കർ ഓഫാക്കി കുറച്ച് ആവി പോയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടോടെയോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഈ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ തണുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും, ചൂടോടെ കഴിക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒട്ടും തന്നെ സമയം കളയാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലേ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊന്ന് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പം ടാറ്റാ.